ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. +2 വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഇതാ അടുത്ത ചാപ്റ്റർ ഏതാടാ? യൂണിറ്റ് 4 ചാപ്റ്റർ 1 ആട്ടോ. യൂണിറ്റ് 4 ചാപ്റ്റർ 1 ക്രിസ്മസ് എക്സാമിന് ഒരു സ്പീച്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ ഈ ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. അപ്പൊ സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നോക്കൂ, നിങ്ങളുടെ ചാപ്റ്ററിന്റെ പേര് ഏതാണ് പറ? വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള സ്പീച്ചാണ്. ആരുടെ പ്രസംഗമാണ് പറ? വാങ്കാരി മത്തായിയുടെ ഒരു പ്രസംഗം കേട്ടോ. വാങ്കാരി മത്തായിയുടെ ഒരു നോബൽ പ്രൈസ് കിട്ടിയ സമയത്ത് അല്ലെ, ആ അവാർഡ് മേടിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു നോബൽ അക്സെപ്റ്റൻസ് സ്പീച്ച് അല്ലെ, അവാർഡ് മേടിക്കുന്ന സമയത്ത് പോയിക്കാണ്ട് അവാർഡ് മേടിച്ചിട്ട് പോന്നാൽ മതിയോ? അല്ല, ഒരു പ്രസംഗം നടത്തണ്ടേ? ആ പ്രസംഗം നടത്തിയ സമയത്തുള്ള പ്രസംഗമാണ് മക്കളെ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണെന്ന് നോക്കി കാണാം. റെഡി അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. When a sapling is planted is the Nobel acceptance speech by വാങ്കാരി മത്തായിയുടെ അല്ലേ, വാങ്കാരി മത്തായിയുടെ സ്പീച്ച് ആണ്. ക്ലിയർ അല്ലേ? She begins her speech. എങ്ങനെയാണ് അവൾ തന്റെ സ്പീച്ച് ആരംഭിക്കുന്നത്? എങ്ങനെയാണ് പറ? By accepting എങ്ങനെയാണ് പറ? By accepting the prize on the behalf of the people of Kenya. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. കെനിയയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രൈസ് മേടിക്കുന്നത് എന്ന് അവൾ പറയുന്നത് കേട്ടോ. ഷീ ബിഗിൻസ് ഹർ സ്പീച്ച് ബൈ അക്സെപ്റ്റിംഗ് ദ പ്രൈസ്. ഈ പ്രൈസ് മേടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവൾ പ്രസംഗം ആരംഭിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഓൺ ദി ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് കെനിയ. കെനിയയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. ആരാണ് ഈ കെനിയയിലുള്ള ആളുകൾ? എസ്പെഷ്യലി വിമൻ ആൻഡ് ചിൽഡ്രൻ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ അവാർഡ് മേടിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? വാങ്കാരി മത്തായി. എന്താണ് സാറേ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇവൾ ഈ ഒരു പ്രൈസ് വാങ്ങാനുള്ള കാരണം എന്താണ്? നോക്കാം ഞങ്ങൾ. She hopes that this prize would encourage them. അവൾ വിചാരിക്കുക കേട്ടോ. അവൾ പ്രതീക്ഷിക്കുന്നത് ഈ പ്രൈസ് ഉണ്ടാവില്ല, ഈ കിട്ടിയ അവാർഡ് വുഡ് എൻകറേജ് ദം, ഈ കെനിയയിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒന്ന് പ്രോത്സാഹിപ്പിക്കും. എന്തിനാ? ടു റൈസ് ദെയർ വോയിസ്, അവരുടെ ശബ്ദം ഉയർത്താൻ. എന്തിനെ പറ? വാങ്കാരി മത്തായി സ്റ്റാർട്ടഡ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് അല്ലേ, അവരുടെ ശബ്ദം ഉയർത്തണ്ടേ? അവരിങ്ങനെ മിണ്ടാണ്ട് അല്ലേ, നിശബ്ദരായി നിൽക്കേണ്ട ആളുകളല്ല. അവരുടെ ശബ്ദം ഉയർത്താൻ വാങ്കാരി മത്തായിയുടെ ഈ ഒരു പ്രൈസ് മേടിക്കല് ഉതകും എന്നുള്ളതാണ് അവൾ പറയുന്നത് കേട്ടോ. വാങ്കാരി മത്തായി സ്റ്റാർട്ടഡ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. വാങ്കാരി മത്തായി ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവൾ ആരംഭിച്ചിട്ടുണ്ട്. റെസ്പോണ്ടിങ് ടു ദ നീഡ്സ് ഓഫ് റൂറൽ വിമൻ അല്ലേ, അതായത് ഗ്രാമത്തിലുള്ള സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. നോക്കൂ നിങ്ങൾ, റെസ്പോണ്ടിങ് ടു ദ നീഡ്സ് ഓഫ് റൂറൽ വുമൻ. ഈ ശ്രദ്ധിച്ച് കേട്ടോട്ടാ. അതായത് ഈ കഥ ഒന്നോട് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ആ സ്പീച്ചിൽ പറയുന്നത്, നമ്മൾ ആദ്യം ഒന്ന് ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണ്ടേ. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അധ്വാനിക്കാൻ പോവൽ ആണുങ്ങളല്ലേ അല്ലേ? വീട്ടിൽ നിന്ന് അധ്വാനിക്കാൻ പോവൽ ആണുങ്ങളാണ് കുടുംബം പോറ്റലൊക്കെ. ബട്ട് കെനിയയിൽ എങ്ങനെയാന്ന് വെച്ചാൽ സ്ത്രീകളാണ് അധ്വാനിക്കാൻ പോവല്, അവരാണ് കുടുംബം പോറ്റുന്ന ആളുകൾ കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇപ്പൊ വാങ്കാരി മത്തായി ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്, ഈ മൂവ്മെന്റിന്റെ പേര് പഠിച്ചു കേട്ടോ. ഏതാണ് പറ? ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചു. റെസ്പോണ്ടിങ് ടു ദ നീഡ്സ് ഓഫ് റൂറൽ വിമൻ. ഈ സ്ത്രീകൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലേ ഇത് ജനങ്ങളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ആരവർക്ക് വേണ്ടി സംസാരിക്കുക? വാങ്കാരി മത്തായി അതിനു വേണ്ടി ഏറ്റെടുത്തു കേട്ടോ. വിമൻ ആർ ഫസ്റ്റ് ടു ബിക്കെയിം അല്ലേ. അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ അച്ഛന് ഒരു ജോലിക്ക് പോയി അല്ലെ, നാട്ടിലൊരു കോവിഡ് സംഭവിച്ചു, നമ്മൾ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലേ. അതെന്ത്? അച്ഛന് ജോലിയില്ല എന്നാ പറയാ. അപ്പൊ നോക്കുമ്പോടാ, വിമൻ ആർ ദി ഫസ്റ്റ് ടു ബിക്കം അവെയർ ഓഫ് ദി എൻവയോൺമെന്റൽ ഡാമേജ്. കെനിയയിലൊക്കെ ഒരു പരിസ്ഥിതിയിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും ആദ്യം ആർക്കാ മനസ്സിലാവല്ലേ? പെണ്ണുങ്ങൾക്കാണ്, അവിടുത്തെ സ്ത്രീകൾക്കാണ്. കാര്യം അവരാണ് കുടുംബം പോറ്റുന്നത്. അവർ പ്രകൃതി എന്നാണ് അവർ ചെയ്യുന്നത്. അവരുടെ റിസോഴ്സ് അല്ലെ, എല്ലാത്തിനുള്ള ഷെൽട്ടർ ഉണ്ടാക്കാനുള്ള റിസോഴ്സും വീട് പോറ്റാനുള്ള റിസോഴ്സ് ഒക്കെ എന്താണ് പറ? പ്രകൃതിയിൽ നിന്നാണ്. അപ്പൊ പ്രകൃതിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ അത് ആദ്യം ബാധിക്കൽ ആരെയാണ്? സ്ത്രീകളെയാണ് അല്ലേ. ദെയർ ലൈവ്സ് ആർ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ടു ദി എൻവയോൺമെന്റ്. അവരുടെ ജീവിതം മുഴുവൻ എന്തായിട്ട് ലിങ്ക്ഡ് ആണ് പറ? പ്രകൃതിയായിട്ട് ലിങ്ക്ഡ് ആണ് എന്ന്. അപ്പൊ പ്രകൃതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ആദ്യം ബാധിക്കൽ ആരെയാണ് പറ? കെനിയയിലുള്ള സ്ത്രീകളെയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ആര് സംസാരിക്കുന്നത്? വാങ്കാരി മത്തായി സംസാരിക്കുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? കെനിയ എന്നുള്ളത് മനസ്സിലാക്കണല്ലോ അല്ലേ? ഇനി നോക്കിക്കോളൂ. Commercial farming, international trade agreements and environmental damage had destroyed the quality of their life. അതായത് ഈ കെനിയയിലുള്ള സ്ത്രീകളുടെ ജീവിതത്തിനെ ബാധിച്ചത് എന്തൊക്കെയാണ് അല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പ്രശ്നങ്ങൾ? നോക്കൂ നിങ്ങൾ. കൊമേഴ്ഷ്യൽ ഫാമിങ്, അതായത് നമ്മൾ സാധാരണ ഫുഡ് ക്രോപ്സ് ഉണ്ടാവില്ലേ, ഫുഡ് ക്രോപ്സ് നമ്മൾ ഉണ്ടാക്കേണ്ട സ്ഥലത്ത് നിന്ന് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് നട്ടു? ക്യാഷ് ക്രോപ്സ് എന്ന് നട്ടു പറ. ക്യാഷ് ക്രോപ്സ്, അതായത് ധാന്യവിളകൾ വെക്കേണ്ട സ്ഥലത്ത് എന്ത് ചെയ്തു പറ?
നാണ്യവിളകൾ, നാണ്യം എന്ന് പറഞ്ഞാൽ നാണയം അല്ലേ, അപ്പൊ നാണ്യവിളകൾ ഉപയോഗിച്ചു അല്ലേ, അതൊക്കെ ഇവർക്ക് പ്രശ്നങ്ങളായി വന്നു അല്ലേ. ഇന്റർനാഷണൽ ട്രേഡ് അഗ്രിമെന്റ്, ഇവർ ഇനി എന്തെങ്കിലും ഒരു ഫുഡ് ക്രോപ്പ് ഉണ്ടാക്കിയാൽ, ഒരു ധാന്യവിള ഉണ്ടാക്കിയാൽ ഇതിന്റെ വില നിർണ്ണയിക്കുന്ന ആരാണ് പറ? ഇന്റർനാഷണൽ ട്രേഡ് അഗ്രിമെന്റ് ആണ് അല്ലേ, ഇന്റർനാഷണൽ ട്രേഡ് അഗ്രിമെന്റ് ആണ്. അപ്പൊ അവരെന്ത് ചെയ്യും? വില നിർണ്ണയിക്കും, അതൊക്കെ ഇവർക്ക് പ്രശ്നമാണ്. പിന്നെ മാത്രമല്ല ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എൻവയോൺമെന്റൽ ഡാമേജ് ഉണ്ട് അല്ലേ, അതായത് പ്രകൃതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ചിലപ്പോൾ കൊടുങ്കാറ്റ് വരും, അല്ലെങ്കിൽ ഡ്രൈ വരൾച്ച വരും, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അത് മുഴുവൻ എന്ത് ചെയ്യും? ബാധിക്കുന്നുണ്ട്. ദ ക്വാളിറ്റി ഓഫ് ദെയർ ലൈഫ്സ്, അവരുടെ ജീവിതത്തിന് മുഴുവൻ അത് ബാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായ സമയത്ത് ഇവർ കണ്ടൊരു സൊല്യൂഷൻ എന്താണെന്ന് അറിയോ? ട്രീ പ്ലാന്റിങ്, നമ്മൾ മരങ്ങൾ ഇങ്ങനെ നടുക. വാസ് ദ നാച്ചുറൽ ചോയ്സ് ടു അഡ്രസ് ദീസ് ഇഷ്യൂസ്. ഇറ്റ് വാസ് സിമ്പിൾ ആൻഡ് അറ്റൈനബിൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പിന്നെ നമ്മൾ ഈ ഫുഡ് ക്രോപ്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ സോഴ്സ് ഒക്കെ വേണ്ടേ, വാട്ടർ സോഴ്സ് വേണം. അതൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ നാണ്യവിള നടുകയാണെങ്കിൽ അവിടെ വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറവാകും, വെള്ളം കംപ്ലീറ്റ് ഡ്രൈ ആയി പോകും അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ വെള്ളം എല്ലാം സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ മരങ്ങൾ നടൽ മാത്രമാണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് അണ്ടറിൽ വാങ്കാരി മത്തായി എന്ത് ചെയ്തു? എല്ലാവരും ഉത്ബോധനം നടത്തി. അങ്ങനെ നടത്തിയ സമയത്ത് നോക്കൂ നിങ്ങൾ, അത് വളരെ അല്ലേ, അതെന്താണ് പറ? ദിസ് ഇഷ്യൂ ഇറ്റ് വാസ് സിമ്പിൾ ആൻഡ് അറ്റൈനബിൾ. അത് പെട്ടെന്ന് നേടിയെടുക്കാം അല്ലെ, ഒരു മരം പെട്ടെന്ന് നടാൻ തീരുമാനിച്ചു. ദിസ് ട്രീ പ്രൊവൈഡഡ് ഫ്യൂവൽ. അങ്ങനെ മരം നടുകയാണെങ്കിൽ ഈ വീടുകളിൽ ഉണ്ടാക്കാനുള്ള ഫ്യൂവൽ അല്ലേ, ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഫ്യൂവലും അതുപോലെ തന്നെ ഫുഡും ഷെൽറ്ററും അല്ലേ, പിന്നെ ഇൻകം ടു സപ്പോർട്ട് ദെയർ ഫാമിലി, കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇൻകം എല്ലാം മരം നട്ടാൽ കിട്ടും എന്നുള്ളത് വാങ്കാരി മത്തായി എന്ത് ചെയ്ത് അവിടെയുള്ള ആളുകൾ ഉണർത്തി. ശ്രദ്ധിക്കട്ടോ. അങ്ങനെ ഡീഗ്രേഡഡ് എൻവയോൺമെന്റ് ലീഡ്സ് ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സ്കാർസ് റിസോഴ്സസ് അല്ലേ, ഒരുപാട് ഡീഗ്രേഡ് എൻവയോൺമെന്റ് അല്ലേ, അതായത് പ്രകൃതിനെ നശിപ്പിക്കുക, ഡീഗ്രേഡ് ചെയ്യുന്ന ലീഡ്സ് ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സ്കാർ റിസോഴ്സസ്. നിലവിലുള്ള റിസോഴ്സുകൾ ഉണ്ട് അല്ലേ, അതായത് ഇപ്പം നിലവിൽ അവർക്ക് ഫുഡ് കിട്ടുന്നതും അതുപോലെ തന്നെ ഒരു ഉള്ളതൊക്കെ സ്റ്റോപ്പ് ആവും. എപ്പോൾ നമ്മൾ എന്തിനെ ഡാമേജ് ചെയ്താൽ അല്ലേ, എൻവയോൺമെന്റിനെ ഡാമേജ് ചെയ്താൽ. ക്ലിയർ? ഇനി നോക്കിക്കോളൂ, ഡിസ്ട്രക്ഷൻ ഓഫ് ദി എക്കോസിസ്റ്റം അല്ലേ, എക്കോസിസ്റ്റം ഒന്നായിട്ട് തകരുക, നമ്മുടെ എക്കോസിസ്റ്റം മുഴുവൻ തകരുക. ഡീഫോറസ്ട്രേഷൻ, ആസ് യു നോ വാട്ട് ഈസ് ഡീഫോറസ്ട്രേഷൻ? പറ. വനനശീകരണം അല്ലേ, ക്ലൈമാറ്റിക് ഇൻസ്റ്റെബിലിറ്റി, കാലാവസ്ഥയുടെ വ്യതിയാനം, ആൻഡ് കണ്ടാമിനേഷൻ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ അല്ലേ, വെള്ളം അതുപോലെ തന്നെ പറ മണ്ണൊക്കെ നശിക്കുക, ലീഡ് ടു പോവർട്ടി ആൻഡ് ഈവൻ ടു കോൺഫ്ലിക്റ്റ്. ഇങ്ങനെയൊക്കെ നശിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അന്തരീക്ഷം നശിപ്പിക്കുക അല്ലേ, നമ്മളെ ബയോഡൈവേഴ്സിറ്റി മുഴുവൻ ഡാമേജ് ആക്കുക. അപ്പോൾ എന്താ സാറേ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം ഉണ്ടാവില്ലേ ഇല്ലേ, ഇത് മുഴുവൻ നശിപ്പിക്കുക. നമ്മൾ മണ്ണ് നശിപ്പിക്കുക, നമ്മുടെ വെള്ളം നശിപ്പിക്കുക, നമ്മുടെ അന്തരീക്ഷം നശിപ്പിക്കുക, കാടുകൾ ഇല്ലാണ്ടാക്കുക അല്ലേ, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക. ഇങ്ങനെ ഒരു ബയോഡൈവേഴ്സിറ്റി മുഴുവൻ ഡാമേജ് ചെയ്താൽ എന്ത് സോഴ്സാണ് പിന്നെ നമുക്ക് ഉണ്ടാവില്ല ഇൻകം ഉണ്ടാക്കാൻ? ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? നമ്മളെ ഫുഡ് ഉണ്ടാവുമോ? വാട്ടർ ഉണ്ടാവുമോ? ഇല്ല, ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇതിനൊക്കെ ഒറ്റ സൊല്യൂഷൻ ഉള്ളത് പിന്നെ ബയോഡൈവേഴ്സിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മരങ്ങൾ നടണം. അപ്പൊ നമ്മൾ ഒരു വേർഡ് പഠിച്ചു വെക്കണം കേട്ടോ, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ നിങ്ങൾ, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന നമ്മൾ വാങ്കാരി മത്തായിയുടെ മൂവ്മെന്റ് ഇല്ലേ, ലേറ്റർ ബിക്കേം എ മൂവ്മെന്റ് ഫോർ ഡെമോക്രസി ഇൻ കെനിയ. കെനിയയിലുള്ള ഡെമോക്രസി നടത്തുന്ന ജനാധിപത്യം ഉണ്ടാവില്ലേ, ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ലേറ്റർ ബിക്കേം എ മൂവ്മെന്റ് ഫോർ ഡെമോക്രസി. അതായത് ആ നാട് ഭരിക്കണമെങ്കിൽ നാടിന്റെ ഭരണം അല്ലേ ആരെ കയ്യിലായി? പിന്നീട് ഭരണം മുഴുവൻ എന്നല്ല കേട്ടോ, അതിലുള്ള ഒരു നമ്മളുടെ LDF UDF എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ ഒരു കക്ഷിയായിട്ടായി ആര് മാറുന്നുണ്ട്? ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഇൻ കെനിയയിൽ. റിയലൈസിംഗ് ദാറ്റ് റെസ്പോൺസിബിൾ ഗവേണൻസ് ഓഫ് ദി എൻവയോൺമെന്റ് വാസ് പോസിബിൾ ഓൺലി ഇൻ ഡെമോക്രാറ്റിക് സ്പേസ്. അതായത് ഈ ജനാധിപത്യത്തിൽ ശരിക്ക് ആ നാട്ടിലെ പിന്നെ എന്തിനാ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം? എൻവയോൺമെന്റ് ഉണ്ടാവില്ലേ, ഈ എൻവയോൺമെന്റിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വേണം എന്നുള്ളത് ജനങ്ങൾ മുഴുവൻ എന്ത് ചെയ്യാൻ ഡിസൈഡ് ചെയ്യാൻ ചെയ്യുന്നത് കേട്ടോ. ഈവൻ ടുഡേ ഇന്നും ആക്ടിവിറ്റീസ് ദാറ്റ് ഡിവാസ്റ്റേറ്റ് ദ എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റീസ് കണ്ടിന്യൂ അൺബീറ്റഡ്. ഇന്നും എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? ജനങ്ങളൊക്കെ പ്രകൃതി നമ്മുടെ എൻവയോൺമെന്റ് മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള പ്രവർത്തികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്നും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റീസ് കണ്ടിന്യൂ അൺബീറ്റഡ്. ഇന്നും എല്ലാ സമൂഹങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ സമൂഹത്തിലും എല്ലാവരും എന്ത് ചെയ്യണം? പ്രകൃതി ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെയാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്ന ആശയമായിട്ട് ആര് വരുന്നത്? വാങ്കാരി മത്തായി. We should bring back our sense of belonging to a larger family of life.
വാങ്കാരി മത്തായി പ്രസംഗത്തിൽ പറയുന്ന ഒരു വേർഡാട്ടോ. We should bring back our sense of belonging. നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്ന ആളുകളാണെന്ന് പറയുന്ന ഒരു ബുദ്ധിയില്ലേ, ഈ ബുദ്ധി നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. എങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്? ടു എ ലാർജർ ഫാമിലി. നമ്മൾ വലിയൊരു കുടുംബത്തിൽപ്പെട്ടതാണ് ഓഫ് ലൈഫിലെ ജീവിതത്തിൽ നമ്മൾ വലിയൊരു കുടുംബത്തിന്റെ ഭാഗമാണെന്നുള്ള ബോധം എല്ലാവർക്കും വേണം. ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ടു പ്രൊട്ടക്ട് ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ വൈവിധ്യത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു ബോധം നമുക്ക് വേണം എന്നാണ് വാങ്കാരി മത്തായി നമ്മുടെ പ്രസംഗത്തിൽ പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോളൂ. പ്രകൃതിയെ നശിപ്പിക്കരുത്. ഈ ബയോഡൈവേഴ്സിറ്റി എന്ത് ചെയ്യണം? നമ്മൾ വളരെ ഗുഡായിട്ട് കീപ്പ് ചെയ്യണം. എന്തിനാണ് ഇത് കീപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ടൈം ടു തിങ്ക് അബൌട്ട് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് ദി എൻവയോൺമെന്റ്. നമ്മൾ എന്നും നിലനിൽക്കുന്ന ഒരു പ്രകൃതിയെ, എന്നും നിലനിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി എന്ത് ചെയ്യണം? നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇൻ എ ഡെമോക്രാറ്റിക് ആൻഡ് പീസ്ഫുൾ സ്പേസ്. ഈ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് വേണോ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്തിനാണ് ഈ പ്രകൃതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? കൺക്ലൂഷനിൽ നമ്മുടെ വാങ്കാരി മത്തായി പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്. ഇൻ കൺക്ലൂഷൻ ഷീ കോൾസ് അപ്പോൺ യങ് പീപ്പിൾ. യുവാക്കളോട് പറയുന്നുണ്ട്, യങ് പീപ്പിളോട് പറയുന്നുണ്ട്, ടു കമ്മിറ്റ് ദംസെൽഫ് ടു ആക്ടിവിറ്റീസ് ദാറ്റ് വുഡ് ഹെൽപ്പ് അച്ചീവ് ദിസ് ഗോൾ. പ്രകൃതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? അവൾ പറയുന്നുണ്ട് നമ്മൾ പ്രകൃതിനെ പ്രൊട്ടക്ട് ചെയ്യണം, മരങ്ങൾ നടന്നൊക്കെ പറയുന്ന ഈ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും കമ്മിറ്റഡ് ആയിരിക്കണം. നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. നോക്കൂ നിങ്ങൾ, ഇൻ കൺക്ലൂഷൻ ഷീ കോൾസ് അപ്പോൺ യങ് പീപ്പിളോട് പറയുന്നുണ്ട് ടു കമ്മിറ്റ് ദംസെൽഫ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കമ്മിറ്റഡ് ആവണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തിനാണ്? ആക്ടിവിറ്റീസ് ദാറ്റ് വുഡ് അച്ചീവ് ദിസ് ഗോൾ. പ്രകൃതിയെ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമല്ലേ നമുക്കുള്ളേ? അതിൽ നിങ്ങൾ എല്ലാവരും ഭാഗവാക്കാവണം. നമ്മളെല്ലാവരും മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. വി ഹാവ് ടു പാസ് ഓൺ ദ ഫ്യൂച്ചർ. നമ്മൾ വരാനിരിക്കുന്ന ഒരു പുതിയ തലമുറ അല്ലേ, അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? പാസ് ഓൺ ചെയ്യണം, കൊടുക്കണം അല്ലേ? കൈമാറ്റം കൊടുക്കണം. എന്ത്? ദ ബ്യൂട്ടി ആൻഡ് വണ്ടർ ഓഫ് നേച്ചർ. പ്രകൃതിയുടെ അത്ഭുതവും പ്രകൃതിയുടെ ഭംഗിയൊക്കെ നമ്മൾ മാത്രം ആസ്വദിച്ചാൽ പോരാ, വരാനിരിക്കുന്ന ഒരു തലമുറക്ക് നമ്മളത് കൊടുക്കണം. വിത്തൗട്ട് ഡിസ്ട്രോയിങ് ഇറ്റ്. ഒരിക്കലും എന്ത് ചെയ്യരുത്? ആ ഒരു പ്രകൃതി നശിപ്പിക്കരുത്. മാത്രമല്ല ആൻഡ് ട്രൈങ് ടു റീസ്റ്റോർ ഇറ്റ്സ് ഗ്ലോറി. അതിൻ്റെ ഭംഗിയൊക്കെ കുറേ ആളുകൾ നശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഭംഗിയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും വേണം. തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? പുത്തൻ തലമുറക്ക് ഒരിക്കലും നശിപ്പിക്കാത്ത രൂപത്തിൽ അതിൻ്റെ ഭംഗിയും അതിൻ്റെ വണ്ടറൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ മറ്റൊരു ടീമിന്, വരാനിരിക്കുന്ന ജനറേഷന് നമ്മൾ കൈമാറണം എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവൾ ഇതിൽ ലാസ്റ്റ് പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളൂ അല്ലേ? ഇങ്ങനൊരു വേർഡ് പറയുന്നുണ്ട് ഈ പ്രസംഗത്തിൽ പറയുന്ന കേട്ടോ. Give tadpoles their home back. Give tadpoles their home back എന്ന് പറയുന്നുണ്ട്. എന്താണ് give tadpoles their home back എന്ന് പറഞ്ഞ അർത്ഥം? മക്കളെ, നമ്മളെ വാൽമാക്രികൾ ഉണ്ടാവില്ലേ? ഈ വാൽമാക്രികൾ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ് അർത്ഥം? വാൽമാക്രി എന്ന് പറയുന്നത് തവളക്ക് കയ്യും കാലും വെച്ച ആൾക്കാരല്ലേ വാൽമാക്രി. ഇതൊക്കെ എവിടെ ഉണ്ടാവല്ലേ? വെള്ളമുള്ള ഏരിയയിലാണല്ലേ. വെള്ളമില്ല, നശിച്ചു കഴിഞ്ഞാല് ഒരിക്കലും പ്രകൃതി നല്ലതെന്ന് പറയില്ലല്ലോ. അപ്പൊ വെള്ളമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഗതിയാണ് ആര്? നമ്മളെ ടാഡ്പോൾസ്. അതുകൊണ്ട് തന്നെ ഈ ടാഡ്പോൾസിന്, വാൽമാക്രികൾക്ക് അല്ലെ, അവരുടെ ഹോം തിരികെ നൽകണം എന്ന് പറഞ്ഞു കഴിച്ചതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പ്രകൃതിയെ നല്ല ജീവസുറ്റതാക്കി മാറ്റണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ എല്ലാവരോടും ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവളുടെ പ്രസംഗം നിർത്തുന്നത്. ആരാണ്? വാങ്കാരി മത്തായി. ചാപ്റ്ററിന്റെ പേര് ഏതാണ്? When a sapling is planted. അപ്പൊ സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നമ്മൾ ഈ ചാനൽ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല നോട്ട്സ് ആണെങ്കിൽ അടിയിൽ കാണുന്ന കമ്മ്യൂണിറ്റി ലിങ്കിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ക്രിസ്മസ് എക്സാമിന് ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാട്ടോ. ബൈ ബൈ.